രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡ്രൈവർ ആൽവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് അല്പസമയം മുമ്പാണ് ആൽവിനെ SIT കസ്റ്റഡിയിലെടുത്തത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ഷംന, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ, ചോദ്യം ചെയ്യാനൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ തേടുന്നു. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? ലഭ്യമാകുന്ന വിവരങ്ങൾ ഐഷത്തുൽ ഷംന. തന്നെ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് എത്തുന്നത്. അതിനുശേഷം പ്രാഥമികമായ ഒരു അന്വേഷണം ഫ്ളാറ്റിൽ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിട്ടുതരണമെന്ന് പറയുന്നത്. അതിനുശേഷം 2 സംഘങ്ങളായി ഒരു 12 മണിയോടെ എത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. 12 മണി മുതൽ ഏകദേശം 4 മണി കഴിഞ്ഞു. പിന്നിട്ടും പരിശോധന തുടർന്നിരുന്നു. അതായത് മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധന വിവരശേഖരണം തന്നെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ആ സമയത്ത് രാഹുലിന്റെ PA ഫസലാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഈ രാഹുൽ ഒളിവിൽ പോയ ഘട്ടം മുതൽ ഫസലിനെയും കാണാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫസലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഫസൽ പെട്ടെന്ന് MLA ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നതും ഫോണുകൾ ഓൺ ആവുന്നതും. ഇതേ തുടർന്ന് തന്നെ പക്ഷേ രാഹുൽ ഒളിവിൽ പോകുന്ന അന്നടക്കം ഫസലിന്റെ കൂടെയായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഫസലിനെ ഉൾപ്പെടെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഫ്ളാറ്റിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം ഫ്ളാറ്റിൽ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും വിവരശേഖരണത്തിനും ശേഷം SIT മടങ്ങിപ്പോയി. പിന്നീടാണ് ഡ്രൈവർ ആൽവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ആൽവിനിൽ നിന്ന് മൊഴിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകൾ നീണ്ട ഒരു ചോദ്യം ചെയ്യൽ അത് രാഹുലുമായി ഏറ്റവും അടുപ്പമുള്ള ഡ്രൈവറെയും PAയും വിളിച്ച് ചോദിക്കുകയാണ്. കാരണം ഈ അവസാനം രാഹുൽ ഉണ്ടായിരുന്നത് കണ്ണാടിയിലെ വിവിധ വാർഡുകളിലാണ്. അവിടെ പ്രചാരണത്തിനായി UDF പ്രവർത്തകരുടെ പ്രചരണത്തിനായി എത്തിയതായിരുന്നു. ആ ഘട്ടത്തിൽ പിന്നീട് ഫ്ളാറ്റിൽ എത്തിയതിനു ശേഷം ഔദ്യോഗിക വാഹനം MLA വാഹനം ഫ്ളാറ്റിൽ ഉപേക്ഷിച്ചാണ് മറ്റൊരു സുഹൃത്തിന്റെ കൂടെ രാഹുൽ ഒളിവിൽ പോകുന്നത്. ആ സമയത്ത് ഫസലും ഈ ഡ്രൈവർ ആൽവിനും ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി ഇവരെ മൊഴിയെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. അത്തരം അന്വേഷണങ്ങൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചടക്കം നടത്തുകയാണ്. മറ്റൊന്ന് രാഹുലിന്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു. പക്ഷേ ഫോൺ ലൊക്കേഷൻ ഇപ്പോഴും പാലക്കാട് തന്നെയാണ്. അത് ഈ പറയപ്പെടുന്ന രാഹുലിന്റെ ഏറ്റവും അടുപ്പമുള്ള ഡ്രൈവർ PA എന്നിവർക്ക് ഉൾപ്പെടെ ഫോൺ നൽകിയതിനു ശേഷമായിരിക്കാം രാഹുൽ പോയത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളടക്കം പോലീസ് ഇന്ന് പരിശോധിച്ചു. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇന്ന് രാവിലെ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലടക്കം അന്വേഷണ സംഘത്തിന്റെ പരിശോധനയുണ്ടായിരുന്നു. അതിജീവിത എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഒളിവിലുള്ള 4ാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി അന്വേഷണം ഊർജിതമായി കോയമ്പത്തൂർ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനിടെ ഡ്രൈവർ ആൽവിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.